ഫൈറ്റ് ഒക്കെ വെറും സീൻ ഫൈറ്റ്, നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു കൈൻഡ് ഓഫ് ഫൈറ്റ് ഒക്കെ ആയിരുന്നു. നമ്മൾ പറയുന്നില്ല സ്പോയിലർ ആയപ്പോ. ഞാൻ ഇത്രയും പാട്ടൊന്നും LJPയുടെ മൂവിയിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പാട്ട് അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. ഓവറോൾ നല്ല പടമാണ്, അടിപൊളി പടമാണ്. LJPയുടെ ഇതുവരെ ഇറക്കിയുള്ള ഏറ്റവും കിടിലൻ പടമായിരുന്നു. ക്രാഫ്റ്റ് വൈസ് അടിപൊളിയാണ്. എല്ലാ ഷോട്ട്സും എല്ലാ വിഷ്വൽ ട്രീറ്റ് ആണ്. ഒരു കളർ പാറ്റേൺ ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ കുറച്ച് കൂടുതൽ പ്രതീക്ഷ വന്നാലും അതിനേക്കാളും മുകളിലുണ്ട് പടം. അത്ര അടിപൊളിയാണ്. കളർ പാറ്റേൺ ആണെങ്കിൽ എന്നെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കളറും ഷോർട്സും ക്രാഫ്റ്റ് ആണ്. സാധാ കണ്ടുവന്ന ഒരു സിനിമയല്ല, ക്രാഫ്റ്റ് വൈസ് ആണ് ഏറ്റവും അടിപൊളി പടം. ഈ കംപ്ലീറ്റ്ലി ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടമാണെന്ന് പറയുന്നില്ല. ഒരു LJP സ്റ്റൈലാണ് ഈ പറയുന്ന ഒരു നോ പ്ലാൻസ് ടു ചേഞ്ച്. ഒരു കംപ്ലീറ്റ്ലി ഒരു ആക്ഷൻ പാക്ഡ് പടം. അതിനെ എങ്ങനെ ഒരു അവാർഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫിലിമായിട്ട് അല്ലെങ്കിൽ ഡ്രാമാറ്റിക് ആയിട്ട് എങ്ങനെ നരേറ്റ് ചെയ്യാമെന്നാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ഒരു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ പറയാം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ നമ്മളൊരു ആക്ഷൻ ഫിലിം പ്രതീക്ഷ വരുമ്പോൾ ഇതുപോലെ വലിച്ചു നീട്ടുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. അപ്പൊ അത് കാണുമ്പോൾ കുറച്ചൊരു ബോറടിക്കുന്ന പോലെ തോന്നി. പക്ഷെ ഇത് പടത്തിന്റെ ഒരു ജേണർ മനസ്സിലാക്കി വരുന്ന ആൾക്കാർക്ക്, ഇനി റിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന പ്രതീക്ഷ കുറിച്ച് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇന്റർവ്യൂവിൽ ഒരു അത്യാവശ്യം നല്ലപോലെ ഒരുപാട് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ ചില സ്ഥലത്തൊക്കെ BGMന്റെ ഒരു കുറവുള്ളത് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗൂസ് ബംസ് ടിനുബാബച്ചനൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഈ തിയേറ്റർ ഇങ്ങനെ പൊളിക്കുന്ന ടൈപ്പ് സീൻസ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാലും ഞാനൊരു കട്ടൻ ആലണ്ട ഫാനാണ്. പക്ഷെ എന്നെ എങ്ങനെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ചെയ്യിപ്പിച്ചില്ല. മാസ് എന്റർടൈനർ ഒന്നും പ്രതീക്ഷിച്ച് വരാനായിട്ട് പാടില്ല. ഒരു ടെനു പറഞ്ഞതുപോലെ നമ്മൾ കുലുങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. പക്ഷെ അങ്ങനെ കുലുങ്ങുന്ന ഒരു സീനൊന്നുമില്ല. പക്ഷെ ലാലേട്ടന്റെ അഭിനയം എന്ന് പറയുമ്പോൾ ഒരു കംബാക്ക് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെ. ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതാണ് വന്നത്. പടം റിലീസ് തൊട്ടേ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. അതിനനുസരിച്ചുള്ളതേ കിട്ടിയിട്ടുള്ളൂ. സത്യം ഞാൻ ഒരു ആവറേജ് പടം. പിന്നെ ഒരു ഡ്രാമാറ്റിക് വിഷ്വൽ ട്രീറ്റ് ആണ്. മേക്കിങ്ങും ഫ്രെയിംസ് ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ലാലേട്ടൻ ഓൾവേസ് കിടക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ആവറേജ് പടം അത്ര തന്നെ. പ്രൊഫഷൻ പറഞ്ഞ പോലെ ഒരു മാസി ഓഡിയൻസ് റിയാക്ഷൻ ഒന്നും നമുക്ക് കിട്ടിയില്ല. എൻട്രിയിൽ ഒരു സാധാരണ എൻട്രി ആയിരുന്നു. ഒരുപാട് പേര് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടാവാം, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പുലിമുരുകനായിട്ടൊന്നും വന്ന് കണ്ടിട്ട് കാര്യമില്ല. LP മൂവിയാണ്. LJP എന്താണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ലാലേട്ടന്റെ ആക്ടിങ് മരണമാസം ഒരു അവാർഡ് ലെവലിൽ പോകാനുള്ള അധികം ചാൻസ് ഉള്ള മൂവിയാണ്. ഫോട്ടോഗ്രാഫി വളരെ മനസ്സിന് ഒരു രക്ഷയില്ല, ഭയങ്കര വണ്ടർഫുൾ. അതായത് ക്യാമറ വർക്ക്, സിനിമാറ്റോഗ്രാഫി, ആർട്ട്, അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് എല്ലാം അന്യ ലെവലാണ്. ഇതൊരു പുതിയ സ്റ്റാർട്ടാണ് മലയാള മൂവി ഇൻഡസ്ട്രി. നമ്മൾ സിനിമ കണ്ടിരിക്കുന്ന ടൈപ്പ് അല്ല, വേറൊരു വിഷനിലെ സാധനം വന്നിട്ടുണ്ട്. LJPയുടെ നല്ലൊരു മൂവിയാണ്. പക്ഷെ സാധാരണ ജനറൽ ഓഡിയൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്തുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പൊ ജല്ലിക്കെട്ടിന് വന്ന പോലത്തെ റെസ്പോൺസ് ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ എന്നാൽ പോലും ത്രൂ ഔട്ട് ലാലേട്ടന്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഉള്ളൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ലാഗ് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റിലും സെക്കൻഡിലും. അപ്പൊ അത് ലാസ്റ്റിലോട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് മനോഹരമായ ക്ലൈമാക്സ് ആണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും വന്ന് വൺ ടൈം എന്തായാലും തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതിന്റെ ഒരു ക്യാച്ച് കിട്ടില്ല. കാരണം അത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് മൂവി. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. ആ വർക്ക് അത് ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു സ്റ്റാർട്ടാണ്. ഇത് കണ്ട് പഠിക്കാനുള്ള ഒരു വലിയൊരു തീം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ക LJP മൂവി വന്ന് എല്ലാവരും കാണണം. കുറെ പേര് ഇത് ഈ ലെവലിലോട്ട് തിങ്കി പോയി. ചിലരൊക്കെ പറയും പുള്ളി വേറെന്തോ അടിച്ചിരുന്നൊക്കെ എഴുതിയാണെന്നൊക്കെ പറയാം. പക്ഷെ ആ ലെവലല്ല. നമ്മൾ അതിന്റെ വർക്കിന്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യണം. കാരണം ഒരു മൂവി ലവറിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ് ആണുള്ളത്. നമ്മൾ അല്ലാതെ എല്ലാ മൂവിയും കമ്പയർ ചെയ്യുന്ന പോലെ ഒരു സർജനെ പോലെ അതിനെ കുത്തിമുറിച്ച് നോക്കിയിട്ട് കാര്യമില്ല. നല്ല മൂവിയാണ്. എന്തായാലും വന്ന് തിയേറ്ററിൽ കാണേണ്ടതാണ്. നല്ല സിനിമയാണ്.